ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കളികൾ കാണാനും പുതിയ കളികൾ കളിക്കാനും കൊടുക്കുന്നുണ്ടപ്പോ അമ്മ എടുത്ത് ചാടി അടുത്തെടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് പുതിയ കാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട്. അതെ, കാട്ടുമാങ്ങ. ഇവളെ ഭാഷയിൽ കാട്ടുമാങ്ങ, നമുക്ക് നാട്ടുമാങ്ങ പുളിയമാങ്ങ. കാടുമാവിൻകായി കന്നഡത്തില്. നമുക്ക് നാട്ടുമാങ്ങ, അതായത് പുളിയമാങ്ങ. അതെ, പിന്നെ എന്നാണ് വേറെന്തോ ചക്രമാങ്ങ അല്ല വേറെന്തോ പറയാൻ പഞ്ചരമാങ്ങ എന്നാ ഇങ്ങനത്തെ ഒരു പറയാ പടുമാങ്ങ. എല്ലാരും ഉണ്ട് കേട്ടാ. നല്ല പുളിയമാങ്ങ കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ കടിച്ചു തുടങ്ങി. ഋഷിക്കടിയുണ്ട്. ഋഷിക്ക തിരക്കിലാട്ടോ. ഒരു മാങ്ങ തിന്നു. ഇവിടെ വന്നിട്ട് ഒന്നെടുത്തോണ്ട് പോയി തിന്നിട്ട് കഴിഞ്ഞു. നല്ല അടിപൊളി മാങ്ങ കേട്ടാ. വരുമ്പോ വന്നാല് നമ്മള് പെരിയക്ക് ഉണ്ടിട്ട് വരുമ്പോ പെരിയക്ക് മാങ്ങ കണ്ടാൽ നമ്മളൊന്ന് എടുത്ത് ഈമ്പിപ്പോ വയറ് നിറഞ്ഞാലും നമുക്കിത് ഒന്ന് കണ്ടാലെടുത്ത് ഈമ്പിപ്പോ ഈമ്പിപ്പോ അങ്ങനത്തെ സാധനാണ് ഇത്. അപ്പൊ നല്ല അടിപൊളി പുളിയമാങ്ങ. നമ്മളെ പുളിയമാങ്ങന്ന് പറയാം. ആള് തിരണ്ടേ ചെന വയ്ക്കും. വെള്ളത്തിൽ കൈയിടാനാണ് സൊള്ളു. ഇപ്പൊ പണ്ട് നമ്മള് ഇപ്പൊ നമ്മള് പൊയ്ഞ്ഞാലാന്ന് രസം. കവി ആടെ ഇഷ്ടംപോലെ പുളിയമാങ്ങ കിട്ടല്ലേ? അങ്ങ് ഇഷ്ടംപോലെ പുളിയമാങ്ങയില്ലേ? അങ്ങ് ഇഷ്ടംപോലെ പുളി. നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട മാങ്ങ എന്ന് പറഞ്ഞാൽ ബപ്പക്കായി മാങ്ങ. പക്ഷെ അതിപ്പോ ഇല്ലാട്ടോ. വംശനാശം വംശ അല്ലേ? അതില്ല. ബപ്പക്കായി. ബപ്പക്കായിന്റെ മരം വലിയ മരാണ്. മോളെ പിടിച്ചോ എന്ന് വെച്ചാല് തണുപ്പാവും. ഓരോ വിടൂല. ഇപ്പൊ കരുതണം അതെ കേട്ടാ. ഓന് കളിക്കണം വെള്ളത്തിന്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പരിപാടി മാവിന്റെ മരം വലിയ മരമായതുകൊണ്ട് നാട്ടിലെ ആൾക്കാരെല്ലാം ഇങ്ങനെ അത് മുറിച്ച് കൊടുത്തു. അതുകൊണ്ട് ഇപ്പം ബപ്പക്കായ് മാങ്ങ ഇല്ല. നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഇതും കുറ്റിയാട്ടൂര് മാങ്ങ പറഞ്ഞാൽ നമ്മളെ നമ്പ്യാർ മാങ്ങ അങ്ങനെയും പറയും. അപ്പോൾ ആ മാങ്ങയേ ഉള്ളൂ. കവി നാട്ടിൽ പപ്പക്കായി വാങ്ങിയിട്ടുണ്ടോ? ഇത് നമ്മളെ വാങ്ങാട്ടാ. ഇത് പ്രശ്നത്തെ വാങ്ങിയാണ്. നമ്മളെ ഇഷ്ടംപോലെ വാങ്ങിയിട്ടുണ്ട്. ആടെ ഒന്നവിടെ കാണുന്നുണ്ട്. കുറെ എണ്ണം വീണ് തീർന്ന്. കൊടു വെള്ളത്തിൽ കളിക്കാനാണ്. അപ്പൊ നമ്മൾ ഇന്നിത് ഇതിന്റെ മൊത്തം മുറിച്ച് കളഞ്ഞിട്ട് കലത്തിലിട്ടിട്ട് ഒന്ന് പുഴുങ്ങ. കാന്താരിയും കൊണ്ടുവച്ചിട്ടുണ്ട്. വായിൽ വെള്ളം കാന്താരിയും ഇതിന്റെ ഉപ്പും അങ്ങ് ഇട്ടിട്ട് എല്ലാ കൊല്ലം നമ്മൾ ആക്കലുണ്ട്. കഴിഞ്ഞ അപ്പുറത്തെ കൊല്ലം നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഈ മാങ്ങ കിട്ടിയ പാടാണ്. ഇതിപ്പോ ചേച്ചിന്റെ ചെങ്ങായിന്റെ അടുത്ത് കിട്ടിയതാ. ഇതെന്റെ ചെങ്ങായിന്റെ അടുത്ത് കിട്ടിയതാണ്. ഓളെ ജയപ്രഭ ചേച്ചി അവിടെ പോയിട്ട് നമ്മൾ മേടിച്ചാണ്. പറഞ്ഞു എണേ മാങ്ങയുണ്ട് നിനക്ക് വേണ്ടിക്കില്ല വാഗ് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ നാട്ടിലൊന്നും ഇല്ലണേ. എനിക്ക് ഇന്നലെ ഇടുന്ന ഒരു 10 മാങ്ങ കിട്ടീനി. അത് ഞാൻ പൊയിങ്ങി വിട്ടിനി. അപ്പൊ പൊയിങ്ങിയതെല്ലാരും കണ്ടിന്. മോളെ കൊരട്ട പണ്ട് നമ്മളെ അലക്കത്ത് അപ്പുറത്തെ വീട്ടിലെ ആടെ തന്നെ ഉള്ള ഒരാള് മാങ്ങ തിന്നോണ്ടിരിക്കുമ്പോ കൊരട്ട അങ്ങ് ബിതിങ്ങിപ്പോയി. ഇത് ബൈക്കോട് കൂടി അങ്ങ് ബിതിങ്ങിപ്പോവും. അതുകൊണ്ട് കുഞ്ഞു മാങ്ങന്റെ കൊരട്ട ബിതിങ്ങി. വളരെ ശ്രദ്ധിക്കാനുണ്ട് കാര്യങ്ങള്. ശ്രദ്ധിക്കണ്ട. പേരിടാനാ തിരക്കേനു ആ സമയത്ത്. അപ്പൊ നമ്മളെ ഇതിലേക്ക് വരാട്ടെ. നമ്മളെന്താ പരിപാടി തരാം. പറയാനും വിടുന്നില്ല കേട്ടോ. അപ്പൊ നമ്മളെ പരിപാടി എന്ന് വെച്ചാല് ഈ മാങ്ങ ഇന്ന് എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് മുറിച്ച് നല്ല മുളകല്ലിട്ട് നല്ല അടിപൊളിയായിട്ട് പുഴുങ്ങിയ മാങ്ങ ഇങ്ങനെ ടെക്നേന് പൊട്ടിക്കുമ്പോ ഇങ്ങനെ അടന്ന് വരും. മഞ്ഞ കളറിലേക്കും. അതെ, അത് ആ പാത്രത്തിലിട്ട് വേന്നിയും കലത്തിലിട്ടിട്ട് പുഴുങ്ങുന്നതായിട്ട് സംഭവമാണ്. അപ്പൊ നമുക്കത് കാണാം. അപ്പൊ ഇനി പിടിച്ചിരിക്കാൻ കഴിയില്ല. ഇവിടെ കുഴപ്പമൊന്നും നടക്കുന്നില്ല കേട്ടാ. അതിനൂട്ടിന്റെ കൈ ശരിക്കും കെട്ടി വെക്ക. ഇല്ലെങ്കിൽ തീരും. വേണ്ട, നീ ആ ഏരിയൊക്കെ വേണ്ട. കുട്ടീനെ നോക്കിപ്പോ നിറച്ചുണ്ടായത് തീർന്നു പോയി. പക്ഷെ ഇത് നിറച്ചുവിട്ടാല് നീ ആദ്യം കൊണ്ടുപോയേ. പുയ്ങ്ങില്ല എനിക്ക്. പുയ്ങ്ങ അവള് വീതം പോലെ വേറി എടുക്കും. അതെ, എന്നിട്ടും പാട്ടി ഓളെ കഴിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് ആ പ്ലേറ്റിലത് നല്ല വേറെ മാങ്ങ ഇങ്ങനെ വന്നിട്ട് പോകുന്ന പേരുണ്ട്. ഓൾ എന്തായാലും അടിച്ചു മാറ്റും. അപ്പൊ നമുക്ക് അതിനകത്ത് കിടക്ക കവി മാങ്ങ പുയ്ങ്ങ. നമുക്ക് ഇങ്ങനത്തെ മാങ്ങക്ക് ബീർക്കാച്ചി മാങ്ങാന്നാ പറയാ. ബീർക്കാച്ചി ഇതിന്റെ ഉള്ളിൽ അത്യാവശ്യം ചെനയായിരിക്കും. പക്ഷെ ഇത് പുയ്ങ്ങ നല്ല ടേസ്റ്റാണ്. ഇതെന്ന് വെച്ചാൽ എനിക്ക് പണ്ട് പറഞ്ഞ ഇപ്പം പറയുന്ന കേട്ടാ. ഇതണ്ട, ഇത് ഇങ്ങനെ നല്ല മൊത്തം മുറിച്ചിട്ടതിന് ശേഷം ഇത് 2-4 വരി ഇട്ടിട്ട് മാറ്റിയിട്ടുണ്ട്. കാന്താരിന്റെ വെള്ളം
കാനലിന് വെള്ളം ഇറങ്ങാൻ. എരു വെള്ളം ഇറങ്ങാൻ. പക്ഷെ നമ്മളെ വായിലെ വെള്ളം ഇറങ്ങുന്നു വല്ലാണ്ട്. സത്യമാണ്. ഇത് മുറിച്ച് ഇതാക്കാനുള്ള ഇത് ഉണ്ടാവും അത്രക്ക് വെറിയിരിക്കുന്നു കേട്ടോ. ഇപ്പൊ പുഴുങ്ങാൻ സമയം ഉണ്ടാവും ചട്ടീനെടുത്ത് തിന്നു കളിയാകുമ്പോ മാങ്ങ പോയി നമ്മളെ ചതുരപ്പുളി, നമ്മളെ സ്റ്റാർ ഫ്രൂട്ട്സ് എല്ലാം നല്ല മൂത്ത് പഴുത്തല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ മാങ്ങ പൊയിങ്ങുന്നതിന്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് അനൂട്ടി പഴുത്തിയുണ്ട് ഇതാ സ്റ്റാർ ഫ്രൂട്ട്സ്. ഇതെല്ലാം സമയമാകുമ്പോൾ പച്ചവണ്ടിയിലെ കള്ളന്മാർ വരും. അല്ലാണ്ട് ഇതിലപ്പുറം വില്ലകളും പറയണ്ട ചേച്ചി നമുക്ക് ഇത് കാണിക്കല ചേച്ചി. ഒന്നാമത് തിരക്കിട്ട പണിയാണ്, കൂടുതൽ മഴ പെയ്യുന്നത്. ഇത് അടക്കുന്നത്, ഇത് കാന്താരി, ഇത് കല്ലുപ്പ്. അപ്പൊ വെള്ളം എടുക്കണം ഒരു കപ്പിലും. ചതുരപ്പുളി വേണ്ട മാങ്ങ ആയി കേട്ടാ. നല്ല മുറിച്ച് ഇട്ട് വെച്ച് ഇനി പുഴുങ്ങാൻ ഇടുക കൊണ്ട് ഇല്ലാണ്ട് ചതുരപ്പുളി ഉണ്ട് കവി ഇവിടെ പഴുത്തില്ലേ എന്താ. ഓ ഇതാ കേട്ടാ. ആ അതാ എന്താ അടിപൊളിയേനെ, നല്ല രസമായിട്ടില്ലേ. ഈ ഒരു മരം കണ്ട ഇപ്പോൾ ഇടയിലെ പ്ലാവ് പൊട്ടി വീണിട്ട് ഈ മരം പൊട്ടീനെ. പക്ഷേങ്കിൽ ഇതാ ഈ സൈഡ് കണ്ട പൊട്ടിപ്പോയിന്. പക്ഷെ എന്നാൽ ഈ സൈഡിൽ ഫുള്ളായിട്ടുണ്ടായി കേട്ടാ. ആ പൂ ഒരു നല്ലൊരു ചോന്നിതാണ് അതിന്റെ പൂ. ഇതെല്ലാം കായാവും കേട്ടോ, ഒറ്റ കായാണ്ടില്ല കേട്ടാ. റംബൂട്ടാൻ നട്ടു പക്ഷെ പോയി കിട്ടിയില്ലടാ. എൻ്റെ അടുത്ത് ആരെയും മാങ്ങാതിനു കണക്കന്നെ. ഋഷിക്ക തിരക്കിലാണല്ലേ എൻ്റെ അമ്മേ. നോക്കിയേട്ടെ കവി മാങ്ങ തിന്നിട്ട് എന്നാന്നറിയില്ല മൊത്തത്തിൽ ഇതായിട്ടുണ്ട്. ഇതൊന്ന് വൃത്തിയാക്കിയാനോ. അപ്പൊ നമ്മളെ വീടിന്റെ മുന്നിൽ തന്നെ ചേച്ചി ഇവിടെ അടുപ്പ് കലാക്കുന്നുണ്ടേ. നമ്മൾ ഇന്ന് മിറ്റത്തുനിന്നാണ് കേട്ടോ ഈ മാങ്ങിയാക്കുന്നത്. അപ്പൊ നല്ല വൃത്തിക്ക് കൈകി മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പും കാന്താരി ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കാം. നല്ല ചുവന്ന കാന്താരി കേട്ടാ. ചുവന്നതും പച്ചയും മഞ്ഞയും എല്ലാം ഉണ്ട്. അറിയാണ്ട് പറഞ്ഞു തന്നെ. ഇതില് ഉപ്പും വന്ന് വെള്ളവും വന്ന് തിളച്ച് അതിന്റെ ഒരു ഇത്രപ്പൊടി വെള്ളം, ഒരു സ്പൂണ് വെള്ളം മതി നമുക്ക്. വേറെ ഒന്നും വേണം. നേച്ചിക്ക് ഒരു സ്പൂൺ വെള്ളം ഉള്ളേ. ഒരു സ്പൂണേ വേണ്ടു. കൂട്ടി വെക്കാലേ പറയാൻ കഴിയില്ല കവി. അതെ. അപ്പൊ ഇനി നല്ല കല്ലുപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഇനി കല്ലുപ്പ്, അടുത്ത കല്ലുപ്പിടാം. കല്ലുപ്പിടൽ ചടങ്ങിലേക്ക് കിടക്കാം. നോക്കൊണ്ട് പോയിട്ടോ. ഇതില്ലേ ഉപ്പൊഴിക്കുക. മതി മതി, കല്ലുപ്പല്ലേ മതി. അപ്പോൾ ഉപ്പും കാന്താരിയെല്ലാം ഇട്ട് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് പിന്നെ ഇത് ഒരു കാ മണിക്കൂർ നല്ലോണം ഒന്ന് പതക്കണം. പിന്നെ ഇതിന്റെ ഭാഗത്ത് കലം കാണൂല കേട്ടാരും. അതിന്റെ അകത്തൊന്നും കാണാല്ലേ, കാലിക്കലം മാത്രം കാണാം. കാലിക്കലം കാണില്ല, കലടക്കം എടുത്തിട്ട് ആളും പോവും. അത് കാണാൻ നമുക്ക്. കാത്തിരിപ്പാണ് സാധനം വെച്ചേട്ടാ. ഇവിടെ നേടി പോയിക്കൂടായിരുന്നു. ഇങ്ങനത്തെ താഴെ വീട്ടിൽ പോയി തരാൻ ചെലവ് നടക്കൂല. നമ്മൾ ഏത് ഭാഗത്താന്നോ നിൽക്കുന്ന ആ ഭാഗത്ത പോകില്ല. കാരണം വെച്ചാൽ പണ്ട് നമ്മൾ പഠിക്കുന്നില്ല. എന്നാലും കൂട് വെച്ചിട്ട് അമ്മേനെ അച്ഛനും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും. അന്നേരം കൂട് വെച്ച് കരണ്ടൊന്നുമില്ലല്ലോ. കൂട് വെച്ചിട്ട് നമ്മൾ ഇരിക്കുന്ന ഭാഗത്തൊക്കെ പോകരുത്. അന്നേരം പോകാൻ നമ്മളെ മേക്ക് വരുന്ന അമ്മയെ പഠിക്കാൻ കഴിയുന്നില്ല. പഠിക്കുന്നില്ല, നമ്മളാരും പഠിക്കുന്നില്ല. പഠിച്ച നമ്മളാരായിരിക്കും പഠിക്കാൻ നന്നായി ആരും ആയിട്ടില്ലല്ലോ. അങ്ങനെയല്ല. എത്ര മണിക്ക് കഴിച്ച് നമ്മളെ പാത്രം എടുക്കുന്നത് നമ്മള്? സമയത്തായി സമയം 5:45. നീ ആത്തൊരു പണിയുണ്ടെങ്കിൽ എടുത്തോ, ഞാൻ നോക്കൂ. നോക്കിയിട്ട് കൈകാര്യം ചെയ്തോളാം അല്ലേ ചേച്ചി? നോക്കി കൈകാര്യം. എന്നാലും ഒന്നെല്ലാം തരുമപ്പാ. ഒന്നെല്ലാം കൊടുക്കലുണ്ട് നമ്മളെ. 2 എടുത്തിട്ട് പ്ലാൽ ചാപ്പിലെടുത്ത് മാറ്റി വെക്കും, ബാക്കി അവിടെ കൊണ്ടുപോകും. എനിക്ക് എന്താ നിങ്ങളെ ഓതി ഓലി കിട്ടും. ഈ 2 പേരും ഇത് ഒരു കണ്ണ് പരിച്ച് മീൻ പോലെ. കണ്ണ് ചിമ്മാൻ പാടില്ല, അങ്ങനെ പിടിക്കണേ. അത് കണ്ണ് ചിമ്മാൻ പിന്നെ സാധനം കാണില്ല. ഓക്കെ, കണ്ണ് ചിമ്മിയാലാണ് കള്ളമുറ പിടിക്കുമോ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇലക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇലക്ഷൻ ദിവസമാണ്. എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി. അതെ, എല്ലാവരും വോട്ട് ചെയ്യണം. അങ്ങനെയാണ്. അപ്പൊ അതുവന്ന സ്ഥിതിക്ക് പരിപാടി ഗംഭീരമാവാൻ സാധ്യത. പൊളിച്ച് സംഭവം പൊളിയുന്നുണ്ട് കേട്ടാ. ആ മണത്തോണ്ട്
കവി നമുക്കൊരു കാര്യം ചെയ്താലോ? ചേച്ചി കായലെന്തോ നോക്കി പൂച്ചങ്ങ മീനുണ്ടോ? മീനങ്ങ് മേടിച്ചിട്ടുണ്ടോ? അപ്പുറം സ്വർണം മുറത്തിലുണ്ട് ആരും കൊണ്ടുപോ പറഞ്ഞാൽ ഞാൻ പോയില്ല. ഇത് കഴിയാണ്ട് പോയില്ല എന്തായാലും. കാരണം ഇതൊന്നും സാധനം അനുവിനെ നമ്മള് കുട്ടീനെ കൊടുത്തിട്ട് അങ്ങ് ഏൽപ്പിച്ച് പോയോണ്ട് ഇത് കഴിഞ്ഞിട്ടാ വിളിച്ചാൽ മതി. ഇത് അടച്ചിട്ട് കാണാനും സമയമില്ല. ഇപ്പൊ എനിക്ക് ഒന്നും തിരിയുന്നില്ല. ബിണ്ടേറിയിലേക്ക് ഉപ്പ് വരുമോ? വേറിയിലൊരു ശക്തി കണ്ടാ എന്നാ പരന്ന് കാന്താരിയാ. ഇത് ബെറിയൊന്നല്ല കേട്ടോ, ഇതിങ്ങനെ ചെയ്യണം. അതൊരു കടമയല്ലേ ചേച്ചി? അങ്ങനെ നമ്മളെ നീത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് അങ്ങനെ വീട്ടിലേക്കുള്ള വഴി. നമ്മളത് അടച്ചിട്ടുണ്ട് ചേച്ചി. അങ്ങനെ റോഡ് വഴിയും പോകാൻ സാധ്യതയുണ്ട്. അപ്പോ നിങ്ങളെല്ലാരും എന്നാ ഇങ്ങനെ വന്ന് നിൽക്കുന്നേ? അതെല്ലാം ടൈമിങ് ശ്രദ്ധിക്കുന്നുണ്ടാ? മണവും അതിന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് അപ്പൊ നമ്മളെ സെറ്റ് ആയിട്ടുണ്ടാ. പുഴുങ്ങിയ മാങ്ങ അങ്ങനെ കലത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കലത്തിലെ തെച്ചു ഇങ്ങോട്ട് കാലി കൊടുത്താൽ മതി. തട്ടുമ്പം വീണത് നിങ്ങൾക്കുള്ളൂ. ഓ 100ഓളം വേദികളിലൂടെ കഥയത്. ഒന്ന് കാക്കറ പൊള്ളുന്നോണ്ട് മാത്രം ഇത് അത്ര സമയം എടുത്തേട്ടാ, ഇല്ലെങ്കിൽ തീർന്നിട്ടുണ്ടാവും. നല്ല മുളക് കണ്ട, ചുവന്ന മുളക്. ദേവോളം കാത്തൊന്നും ഇനി ആരോളം കാത്തുക്കാൻ കഴിയുന്ന ധാരണം അല്ലെങ്കിലേ നാവിങ്ങ് പൊളിഞ്ഞു വരും. ഒരട്ട വരക്ക് ഒന്നും ഉണ്ടാവില്ല. അത്രയ്ക്ക് ഞാൻ തിന്നുന്നില്ലായിരുന്നു. ആള് കാത്തിരിക്കണ്ടേ, നിങ്ങൾ എടുക്കുക. നമ്മളെല്ലാരും വാഴ സിനിമ കാണാൻ വേണ്ടി പോയി കേട്ടോ. വാഴ എങ്ങനെയുണ്ട് സിനിമ? മട്ടന്നൂര് എങ്ങനെയുണ്ട് സിനിമ? പൊളി. അപ്പൊ ഇന്ന് നമ്മള് അമ്മ വരുന്ന അമ്മ സിനിമക്ക് കവി അന്ന് വന്നിട്ടില്ലേനും. കുട്ടിക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയാത്തതുകൊണ്ട് തണുപ്പ് പിടിച്ച സമയത്തേനും. അതുകൊണ്ട് ഇന്ന് കവിയും കൂടി വരുന്നുണ്ടല്ലേ കവി? ഹാഷിറിന്റെ പടം പോലെ നമ്മളെ പടവും വരും. നേരം നമുക്ക് ടാക്കീസ് എല്ലാവർക്കും പോയി കാണാം. വാഴ നല്ലൊരു സന്തോഷം കേട്ടോ. നമ്മളിപ്പോ നമുക്ക് കിട്ടിയ പോലത്തെ ഒരു സന്തോഷമാണ്. ഞാന് ഫസ്റ്റ് കാണാൻ പോകുമ്പോ ഞാൻ വാഴ ഫസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സെക്കൻഡ് അതിന്റെ കഥയൊന്നും എനിക്ക് അറിയില്ല. എൻ്റെ ഋത്തിക്കും പറഞ്ഞു വല്യമ്മക്ക് മനസ്സിലാവും പറയാൻ കഴിയില്ല. ഫസ്റ്റ് കണ്ടാലേ മനസ്സിലാവൂലോ. പക്ഷെ അങ്ങനെ ഒരു ബന്ധമില്ല. അങ്ങനെ ഒരു ബന്ധവും ഇല്ലായിരുന്നു. നല്ല ലാസ്റ്റ് ഫസ്റ്റിന്റെ അവര് വരുന്നല്ലേ അടിക്കെ കരഞ്ഞു പോകട്ടോ, കണ്ണെന്നറിയും. ഓ ഞാന് അങ്കീപുറണ്ടേനു. അപ്പൊ ആ ഒരു സീനിലുണ്ടല്ലോ ലാസ്റ്റത്തെ കിട്ടിയിട്ടായിരുന്നു എന്നെ. ഓരോ റൗണ്ട് പോയി കേട്ടാ. ഇതും കൂട്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന ചോറ് കാന്താരി വിട്ടനല്ല വേണ്ടുന്ന ചോറിന. ഞാന് കൊടുക്കുന്നപ്പോ അമ്മ എടുത്ത് ചാടി അടുത്തെടുക്കാൻ വേണ്ടിട്ട്. നീ അത് നമ്മ വെള്ളം ഞാനാ ഇറക്കുന്നു. മനസ്സിലാക്കോ പിടിച്ചിക്കാൻ കഴിയില്ലാട്ടാ. ഉണ്ണമ്പോ ഇപ്പുറത്ത് കുറച്ച് മതിയാണ്. ഇപ്പൊ ഒന്നും ആരും പറയല്ലേ, നമുക്കൊന്നും കേട്ടിട്ടൊന്നുമില്ല. ഇഷ്ടല്ലേ ചിക്കൻ പുയിങ്ങതല്ല പച്ച പച്ച പൊഴുത്തതാ ഇഷ്ടം.
അച്ഛന് വേഗം വീഡിയോ ഓഫ് ആക്കി തിന്നാ ഇല്ല പിന്നെ കിട്ടൂല. ആള് 3-4 അത് കഴിഞ്ഞേട്ടാ ഈ വീഡിയോ എടുക്കാൻ എനിക്കിത് ആകെ കൂടി രണ്ടാമത്തേതായതാ. രണ്ടായില്ലേ? നിങ്ങൾ എത്രാമത്തെ ആയി? ഈ 3-ാമത്തെ 30ാമത്തെ എങ്ങനെ 3ാമത്തെ 30 പൊങ്ങിനാടോ. എന്നാണോ അങ്ങനെ പറയുന്നേ? 30 പൊങ്ങിയില്ല ബാക്കി അങ്ങനത്തെ വർത്താനം പറയട്ടാ. കാലത്തിലുള്ള കേട്ടോ. ചേച്ചി കാലത്തിൽ എന്തിനാണ് ചേച്ചി എടുക്കുന്നത് എനിക്ക് അറിയില്ല. ഇത് തണിയാൻ വേണ്ടി നേരത്തെ പൊളിച്ചു വെച്ചിന്. സംസാരിക്കാൻ സമയമില്ല. കവിത മാങ്ങാക്ക് ഒറ്റക്ക് ചെങ്ങാതോ. പൊളിച്ചമ്മേ ചാടമ്മേ ചാട്. കാണിക്കല്ലോ ചാടണ്ടേ. ഞാനുണ്ട് അമ്മയതുകൊണ്ട് നമ്മള് പറയുന്നില്ല അലവി. അമ്മക്ക് നമ്മളൊരു ബഹുമാനം തന്ന് ഇതാവൂല. അപ്പോൾ അങ്ങനെ എല്ലാവരും മാങ്ങ നിന്നലാണ്. അപ്പോൾ ഈ മാങ്ങ നിന്നുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ വീഡിയോ ഒന്ന് എടുത്തു തന്നിട്ടാ. എന്നെ നിന്നാലാണെങ്കിൽ 4 ബാക്കിയുള്ളൂ, അത് എനിക്ക് കിട്ടൂല. ഋഷിക്ക് അപ്പൊക്കെ ഉറങ്ങിയോണ്ട് ഋഷിക്കിനാണ് ബാക്കി വെച്ചിട്ടുണ്ടേ. ഋഷിക്കിന്റെ താടി ഉണ്ടാവേ ബെറി വന്നിട്ട് കണ്ണും കാണുന്നില്ലേ? 4 മതി 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 ഞാൻ കട്ടാക്കുവേ. അപ്പോൾ നമ്മൾ ബാക്കി വിശേഷം എൻ്റെ പേരെ കൂട്ടിച്ചേർക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ആരടിക്കെങ്കിലും മാങ്ങ ഇതുപോലെ പുളിയ മാങ്ങ എന്ത് മോശം മാങ്ങിയാലും, മോശം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പിന്നെ വലിയ ടേസ്റ്റ് ഇല്ലാത്ത മാങ്ങിയാലും അല്ലേ അതുപോലത്തെ മാങ്ങിയാലും കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ പുഴുങ്ങി കഴിഞ്ഞാലേ, മുളക് കൂട്ട് പുഴുങ്ങി കഴിഞ്ഞാലേ കൊരട്ടക്ക് ഈ വെള്ളം പാർന്നുമ്പോഴേക്കാ കൊറ്റനും വിടില്ല കേട്ടോ. എന്തോ ആ കാണുമ്പോ ഇതാണ് ഇതിനകത്ത് അടുക്കണ്ട മുളകിനാണ് കേട്ടോ. മുളക് ഞാൻ തിന്നു. ഇത് പുഷുവെല്ലാം ഉണ്ടായെങ്കിൽ എല്ലാം വയലല്ലേ കൊട്ടില്ലാതെ ഇറച്ചല്ലേ തട്ടും തടസ്സമില്ലാണ്ട് അങ്ങ് പോകും. ഒരു കുഴപ്പമില്ല, ബന്ധിതല്ല. അപ്പൊ എന്നാ പിന്നെ ഞാൻ കട്ടാക്കുവനെ. എന്താടാ ഇത്? ചേച്ചി വന്നിട്ടാ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ചൂടമ്പാണി വീണ്ടും കളികൾ കാണാനും പുതിയ കളികൾ കളിക്കാനും. ഇതാരാ? ഇതെല്ലാം ഡയലോഗ് പഠിച്ചിട്ട് വന്നേ. ഇലക്ഷനിൽ വോട്ടിട്ടില്ലേ? ഇവര് പ്രതീക്ഷിച്ചാണ് വരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ സമയത്ത് ചോദിച്ചു. നമ്മള് വിളിച്ചോണ്ടുണ്ട് ചേച്ചീന വിശേഷം അറിഞ്ഞോണ്ടുണ്ട്. ചേച്ചി എന്നാ അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട്? ഞാൻ അങ്ങനെ തോന്നി, അപ്പടി ഇങ്ങോട്ട് പോയി. കുഞ്ഞിനെ കാണുന്ന ചോദ്യം. മോനെ കാണാൻ ഓർമ്മയായിട്ട് വീഡിയോ കോൾ വിളിക്കുമ്പോ ഇപ്പൊ നിക്കുന്നില്ലല്ലോ. മറ്റു വർത്താനം പറയോ എന്തെങ്കിലും ചെയ്ത് ഓനിപ്പം വീട്ടിൽ അന്തലോ എന്ന് പറയുന്നു. ഇപ്പൊ അതുകൊണ്ടൊന്ന് കാണട്ടെ വെച്ചിട്ട്. ചേച്ചി അങ്ങ് നല്ല കുഴപ്പമൊന്നുമില്ല, പണിയൊന്നും എടുക്കുന്നില്ല അല്ലേ? ഇല്ല, പണി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു നമ്മള്. അടിപൊളിയായിട്ട് പോകുന്നത്. എങ്ങനെയുണ്ട്? സന്തോഷം. ആശുപത്രി കാണിക്കാൻ പോയി, കുഴപ്പമൊന്നുമില്ല. എനിക്ക് 3 മാസം കഴിഞ്ഞിട്ട് വേണം. കുഴപ്പമൊന്നുമില്ല. ഉഷാറ്, അടിപൊളി. അടിപൊളി സെറ്റ്. ഇത് അവിയുണ്ട്, ഋതുണ്ട്. വണ്ടി എടുത്ത് വന്നാണ് ഇപ്പൊ പെട്ടെന്നായി പോയി എത്തി. നിങ്ങൾ പ്രതീക്ഷിച്ചില്ല? ഇല്ല നമ്മൾ പ്രതീക്ഷിച്ചില്ല, നമ്മളറിയില്ല. അങ്ങ് പ്രതീക്ഷിക്കാണ്ട് നമ്മൾ വരും. ചേച്ചിക്ക് മാങ്ങ വെച്ചിനെ ചേച്ചി കവി? ഇരുന്നായിരുന്നാ എന്റെ ചേച്ചി എന്താ സാധ്യതയില്ല, തീർന്നേ തോന്നുന്നു. അതേ നമ്മള് നേരത്തെ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് നമ്മൾ ഇതിലോട്ട് പോകുന്നതായിരിക്കല്ലോ. ഇവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ആ സവരിക്കെല്ലാം കൊടുത്തു നമ്മള്. ചേച്ചി ഇതാണ് അപ്രതീക്ഷിതമായിട്ട് സർപ്രൈസ് ആക്കാൻ നോക്കിയാൽ നല്ലൊരു സാധനം കിട്ടും ചേച്ചിക്ക്. ആഴ്ച പോയിട്ട് അവിടെ നിർത്തുന്നത് അവര് കുറച്ച് പുളിയ മാങ്ങ നമ്മളവിടെ കൊണ്ടു പുഴുങ്ങി. ഇനി പറയണ്ടപ്പോ പോട്ടെ, വെറുതെ എന്തിനാല്ലേ. നോക്കിട്ടെ ഉണ്ടാവും കവി. ആ നൂട്ടിയാൽ ലാസ്റ്റ് പാത്രം കൊണ്ട് ഇല്ല ഒരിക്കലും കൊടുത്തിട്ട് പോകുന്നവരിക്കലും നമ്മൾ കൊടുത്ത്. ആ ഓമനേച്ചിക്ക് അനുവിൽ കാലുണ്ട് ഓരോന്നുണ്ട്. എത്ര ദിവസമായി? ഇപ്പം പോയിട്ടാ കഴിഞ്ഞ ശനിയാഴ്ച പോയത്. ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച എത്ര ദിവസമായിടാ? ഒരാഴ്ച 5 ദിവസമായി. നമ്മൾക്ക് നമ്പ്യാർ വാങ്ങിയിട്ടുണ്ട്. നമ്മളോടോ ആ ഋതുട്ടൻ നിങ്ങൾക്ക് തരാനായിട്ട് എഴുതുന്നല്ലോ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു മാവനോട് വല്ലാണ്ട് സ്നേഹപ്പ വല്ലാതെ. മഞ്ഞ് പോയ വാവേ, വെല്ലുമന മഞ്ഞ് പോയാ. വെല്ലുമന നോക്കി നോക്കി വേണ്ട മോനെ ഓമനിത്തേക്ക് മോൻ പേർക്ക് വെല്ലുമെന്നാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മള് വാഴ 2 ഇവരെല്ലാം പോയിന്, ഞാൻ മാത്രം പോയിട്ടില്ല. ഇന്ന് പോവാൻ കഴിഞ്ഞിട്ടുണ്ട്. വിടുവോ എന്തോന്നും അറിയില്ല. വാഴ പൊരിച്ചാ ഡ്രൈവർ. വാഴ പൊരിച്ചാട്ട് ചേച്ചി പോകാനായില്ലേ? കുറച്ച് സമയമായി കേട്ടോ ചേച്ചി വന്നിട്ട്. അപ്പൊ അങ്ങനെ ചേച്ചി തിരിച്ചു പോയെന്നെ നമ്മൾ പോകാനായി. 8 മണിക്ക് എത്തണം. കണ്ണൂർ 7 കാലായി. കണ്ണൂരാണ് നേടിയൊരു ടിക്കറ്റ് കിട്ടിയില്ല. നമുക്ക് പോകാം ചേച്ചി. നമ്മള് വിട്ടോട്ടെ. അങ്ങനെ കണ്ണൂര് മാളിലുള്ളത്. എങ്ങനെയുണ്ട് കവി സിനിമ? സങ്കടമായി പോയാ?